എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കിയ SIT വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യും. ദ്വാരപാലക ശില്പപാളികളിൽ സ്വർണം പൂശാൻ ഏൽപ്പിച്ച സ്മാർട്ട് ക്രിയേഷൻസിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് സംശയിച്ചുള്ള ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് കിട്ടി. ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് കണക്കെടുപ്പ് തുടരുകയാണ്. അതിനിടെ സ്വർണ്ണമോഷണത്തിൽ EDയും പ്രാഥമികാന്വേഷണം ആരംഭിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത 2 എഫ്ഐആറിലും ഒന്നിച്ചാണ് പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നത്. ഒന്നാം പ്രതിയായ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യും. വിശ്വാസവഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കം 9 ദേവസ്വം ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ്. ഇവരെയും വൈകാതെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതിനിടെ ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശാൻ ഏൽപ്പിച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലെ ഓഫീസിൽ SIT പരിശോധന നടത്തി. യഥാർത്ഥ പാളികൾ തന്നെയാണോ അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ കൊണ്ടുവന്നത് എന്നതടക്കം സംഘം പരിശോധിക്കും. ഇവിടെ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ അന്വേഷണത്തിൽ നിർണായകമാകും. എന്നാൽ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ തള്ളുകയാണ് കമ്പനി. 577 ഗ്രാം സ്വർണം മാത്രമാണ് ശില്പപാളികൾ ഒരുക്കിയപ്പോൾ ലഭിച്ചത്. പാളികളിൽ 1564 ഗ്രാം സ്വർണമുണ്ടായിരുന്നുവെന്ന UB ഗ്രൂപ്പിന്റെ അവകാശവാദവും തെറ്റാണ്. ശില്പങ്ങളിൽ എത്ര ഗ്രാം സ്വർണം പൂശിയിരുന്നുവെന്നതിന് ആധികാരികമായ രേഖകളില്ലെന്നും കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് സംശയിക്കുന്ന ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. നിയമവിരുദ്ധമായ ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ല. 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ക്രമക്കേടിന് പിന്നിലുണ്ടോ എന്ന് സംശയമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തുകൊണ്ടുപോയി സ്വർണം പൂശിയത് ദേവസ്വം ബോർഡിന്റെ വീഴ്ചയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബോർഡിനെതിരെ തുടർ നടപടി വേണമെന്നും റിപ്പോർട്ടിലുണ്ട്. ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് EDയും. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടും മൊഴികളും പരിശോധിക്കും. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ECIR രജിസ്റ്റർ ചെയ്യുന്നതിൽ തീരുമാനമെടുക്കുമെന്ന് ED വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.